ജനങ്ങൾ അവർ വോട്ട് കൊടുത്താണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സൃഷ്ടിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണ്. അനേകം ജനങ്ങൾ മുദ്രാവാക്യം വെച്ചാണ് അങ്ങനെയാണ് നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ നേതാവ് ഭരണാധികാരി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും തനിക്ക് വോട്ട് ചെയ്തതിന് പ്രകടമാണെന്ന് വിചാരിച്ചാൽ അവിടെ ജനാധിപത്യം വരാനുണ്ട്. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അങ്ങനെ ആളല്ല. അഭിവൃദ്ധിയായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ നമ്മുടെ അഭിമാനവുമായ രീതിയിലിരിക്കുന്ന മുഖ്യമന്ത്രി സന്നിധിമാർ ശ്രീ രഘു ശ്രീരാജ് ശ്രീ ശർമ്മ ശ്രീ കെ ജഗദീരൻ ശ്രീമതി സിന്ധു നാരായണമൂർത്തി സ്വാഗത ഭാഷണം ശ്രീ എന്റെ മുമ്പിലിരിക്കുന്ന സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം. വി.ഡി. സതീശൻ എന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി മന്ത്രിയാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇത്രയധികം ജനപ്രീതി നേടിയ മറ്റൊരാളും കേരളം മത്സരിക്കുന്നുണ്ട്. ആ ജനപ്രീതി അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം ഇടപെടലുകൾ കൊണ്ടും ഉണ്ടായതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ പരമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ 4 വഴികൾ കടന്നു പോകണം. 1 ശ്രദ്ധ, 2 യജ്ഞം, 3 ഉപാസന, 4 നമ്മൾ എത്തിയിട്ടുള്ള രാജാധികാരം എന്ന പദവുമായി. ആദ്യം വേണ്ടത് ശ്രദ്ധ. എന്താണ് നല്ല ലക്ഷ്യം? ആ ലക്ഷ്യത്തിൽ ശ്രദ്ധ വയ്ക്കുക. രണ്ടാമതായി യജ്ഞമാണ്. ആഗ്രഹിച്ചാൽ മാത്രം ഒന്നും നേടാൻ സാധ്യമല്ല. നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അത് യജ്ഞം നിസ്സാരമല്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് എളുപ്പങ്ങൾ നേരിടും. എന്നാലും ഒട്ടും പറയാതെ തന്റെ ലക്ഷ്യത്തെ മുന്നേറാൻ വേണ്ടി എത്തുകയാണ്. അത് കഴിഞ്ഞ ഉപാസന, നമ്മുടെ ലക്ഷ്യത്തെ ഉപാസിക്കുക. അവിടെയാണ് നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ ഞാനീ പറയുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്റെ മനസ്സിലുള്ളത് ശ്രദ്ധയും യജ്ഞവും ഉപാസനയും കൊണ്ടാണ് അദ്ദേഹത്തെ എത്തിച്ചത്. ഇന്നും ഇത്രയും തിരക്കിൽ രാവിലെ 6 മണിക്ക് ഒരു ഷോട്ട് ഇടണം എന്ന് ഞാനോട് പറഞ്ഞാൽ കൃത്യമായ 6 മണിക്ക് ഉദ്ദേശിച്ചില്ല. അവിടെ അദ്ദേഹം പ്രശസ്തിയോ സമയമോ ഒന്നും പ്രശ്നമാവില്ല. അതുകൊണ്ട് അതേപോലെയല്ല തന്റെ കർമ്മവകത്തിൽ യാതൊരു പരീക്ഷയില്ലാതെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി.ഡി. സതീശൻ. എനിക്ക് ഒരു അനുഭവമുണ്ട്. എന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞു സംവിധാനത്തിൽ വേണ്ടി ഞാൻ സ്വന്തമായിട്ട് 26 സിനിമകൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ്. ഈ 26 സിനിമകളിൽ 15 പരാജയങ്ങളായി, സാമ്പത്തിക പരാജയങ്ങളായി. ഓരോ ചിത്രവും പരാജയപ്പെടുമ്പോൾ അപകർച്ചയുണ്ടാകും. പക്ഷേ അവിടെ തരംതിരിക്കാതെ മുന്നോട്ട് പോവുകയും എതിർപ്പുകളിലൂടെ മുന്നോട്ട് പോവുകയും ഇപ്പോഴും സാമാന്യം ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുകയും പറയട്ടെ.
അതിന് കാരണം ഞാൻ വായിച്ച ഒരു അനുഭവ കഥയാണ്. ഇന്ത്യയിലെ പ്രശസ്ത രാഷ്ട്രീയ നേതാവായിരുന്ന ഡോക്ടർ കെ മനുഷ്യൻ ഭാരത വിദ്യാഭവൻ സ്ഥാപിച്ചാണ്. കെ മനുഷ്യയുടെ ഒരു ചെറിയ മാസിക ഭാരത വിദ്യാഭവൻ അതിൽ വന്ന ഒരു അനുഭവ കഥയാണ്. ഇത് ഓരോരുത്തർക്കും മനസ്സിൽ പകർത്താവുന്ന കഥയാണ്. ഒരു തീവണ്ടിയിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. അയാൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടത്. ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് എല്ലാം തകർന്നു. പണമില്ലാതെയായി, ദുഃഖത്തിനായി, നാട്ടിൽ നിൽക്കാൻ കഴിയാതായി. അങ്ങനെ എങ്ങനെ ഇവിടെ ഇട്ട് പോകണമെന്ന് അറിയാതെ ഞാൻ വിളിക്കും. അത് അദ്ദേഹം കരയുന്നു, എങ്ങനെ കരയുന്നു, പഴയ കാര്യം ഓർക്കുന്നു, വീട്ടിലേക്ക് നടക്കുന്നു. അപ്പൊ തൊട്ട് എതിരിൽ വേറൊരു യാത്രക്കാരൻ ഈ ഇദ്ദേഹത്തിന്റെ വൈകാരിക ഭാവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ നിസ്സംഗനായിട്ടിരിക്കുന്ന അദ്ദേഹം നമ്മുടെ കഥാപാത്രത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കഴിയുന്നത്, എന്താ നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ തകർന്നവനാണ്. എന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ബിസിനസ് തകർന്നുപോയി. നാട്ടിൽ നിർത്താൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ നാട് വിടില്ല. എന്നിട്ട് അദ്ദേഹം ഒരു വിഭാഗത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, താങ്കൾ ഭാഗ്യവാനാണ് അല്ലെ? താങ്കൾ ജീവിതത്തിൽ വിജയിച്ച ആളാണ്, താങ്കളുടെ ചിരിയുണ്ടാകും. അദ്ദേഹം പറഞ്ഞ മറുപടി ചെയ്തത്, അല്ല, ഞാൻ നിങ്ങളെക്കാൾ തകർന്നതാണ്. നിങ്ങൾക്ക് വ്യവസായം നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷെ എനിക്ക് എന്റെ വ്യവസായം നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യ പോലും നിരീക്ഷിച്ചു. ഞാൻ ഒറ്റപ്പെട്ടിരിക്കാൻ എനിക്ക് അത്ഭുതമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിസ്സംഗനായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഉപദേശം പറയും. തകർച്ചയിൽ ഒരിക്കലും ദുഃഖിക്കണം. ഏത് തകർച്ചയെയും സമചിത്തതയോട് സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. അതെങ്ങനെയാണ്? അപ്പോ സുഹൃത്ത് പറഞ്ഞു, സഹയാത്രയും പറഞ്ഞു, ജമ്പന്റെ കറക്റ്റ് ടൈം കൃത്യസമയത്ത് ചാടിയാൽ മുകളിലുള്ളത് പിടിക്കാൻ ശ്രമിക്കും. അപ്പോ അതെങ്ങനെ കൃത്യസമയം എങ്ങനെ തിരിച്ചറിയാം? അപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഇപ്പോൾ ജമ്പി, ഇപ്പോൾ ജമ്പി, ചാടിക്കൊണ്ടേയിരിക്കുക. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ യാത്രയിൽ എനിക്ക് പറയാനുള്ള ഇതാണ്, ഇപ്പോൾ. കാരണം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളിൽ ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ നന്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ആളിനെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർ വോട്ട് കൊടുത്താണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഒരു ഭരണാധികാരിയെ സൃഷ്ടിക്കുന്നത് ജനങ്ങൾ വോട്ട് ചെയ്താണ്. അനേകം ജനങ്ങൾ മുദ്രാവാക്യം വെച്ചാണ്. അങ്ങനെയാണ് നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ നേതാവ് ഭരണാധികാരി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും തനിക്ക് വോട്ട് ചെയ്തതിന് പ്രബലമാണെന്ന് വിചാരിച്ചാൽ അവിടെ ജനാധിപത്യം വരാനുണ്ട്. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ അങ്ങനെ ആളല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് സംബന്ധിച്ച് ഞാൻ രാജാവാണ്, ഞാൻ കേരളത്തിലെ രാജാവാണ്, ബാക്കി എല്ലാവരും എഴുതപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകാൻ നമുക്ക് വളരെ എത്തിക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു നേതാവും ഒരു മന്ത്രിയും രാജാവാണ്. 1914 ഒക്ടോബർ 31
1914 ഒക്ടോബർ 31. അതായത് ഏകദേശം 86-26 അത്രയും വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരിയിലെ തിരുമ എന്ന സ്ഥലത്ത് മന്നത്ത് വീട്ടിൽ പത്മനാഭപിള്ളയാണ് അദ്ദേഹത്തിന്റെ 10-14 സ്നേഹിതരുമായി ചേർന്ന് ഒരു നിലവാരം കൊടുത്തി. അദ്ദേഹത്തിന്റെ മന്നത്ത് പത്മനാഭപിള്ളയുടെ അന്ന് പത്മനാഭപിള്ളയാണ്. പത്മനാഭപിള്ളയുടെ അമ്മ കൊളുത്തിയ നിലവിളക്കിന് ചുറ്റും നിന്ന് അഗ്നിയിലേക്ക് കൈകൾ നിർത്തി ഒതുക്കരുത്. എന്താണ് നമ്മൾ നായർ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ കൂട്ടത്തിൽ കേരള ഗാന്ധി എന്നറിയപ്പെട്ട കെ കേളപ്പുരം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വർഗീയതയുടെ ചിഹ്നമായിട്ടല്ല നായർ സർവീസ് സൊസൈറ്റി തുടങ്ങിയത്. ആ സംഘടനയ്ക്ക് മക്കൾക്കൊക്കെ പേര് നായർ ഭക്ഷ്യജനസംഘം. നായർ ഭക്ഷ്യജനസംഘം. നായർ വ്യക്തിഗത സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി ആയി മാറിയത്. അപ്പൊ നായർ വ്യക്തിഗത സംഘം ആയി തുടങ്ങിയ ആ സംഘടന ഇപ്പോൾ എന്തവസ്ഥയിലാണ്? അവിടെ കസേരയിരിക്കുന്ന ഉന്നതൻ നായർ സമുദായത്തിൽ വ്യക്തിഗതം പെരുമാറുന്നത് അല്ല രാജവാഴ. കാരണം നമ്മുടെ സാമൂഹിക കക്ഷികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പരാജയം ജനങ്ങളായിരിക്കും നമ്മളുണ്ട്. ജനങ്ങളില്ലെങ്കിൽ ഒരു നേതാവുമില്ല, ഒരു മന്ത്രിയുമില്ല. ഈ സത്യം മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ നല്ല ഈ സത്യം മനസ്സിലാക്കുന്ന ആളാണ് ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാളാണ് ശ്രീ വി. സതീശൻ. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒട്ടേറെ പ്രതീക്ഷകളുണ്ട്. നിങ്ങൾക്ക് വളർന്നിരിക്കുകയാണ്. കാരണം ഈ കഴിവിലൊക്കെ നിങ്ങളുടെ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് ശ്രീ എന്റെ സഹോദരമായി കരുതുന്ന ശ്രീ വി. ഡി. സതീശൻ വിജയം ചെയ്യുന്നു. എല്ലാ നന്മകളും ചെയ്യുന്നു. അദ്ദേഹത്തിന് വലിയ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും കൂടി പറയട്ടെ. അദ്ദേഹം റിലീസ് ചെയ്താൽ അതിനായി 5 വർഷം പൂർത്തിയാക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.